അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമസ്ത ലേണിംഗ് കോഴ്സിൻ്റെ ഭാഗമായി ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രവാചക ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലികളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ വിഷയങ്ങളിലൂടെ നാം നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇടപെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിൻ്റെ മേൽ ഭക്ഷണം അഥവാ വയറ് നിറയെ ഭക്ഷണം കഴിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ അതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ വിശപ്പുണ്ടാകും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വിശപ്പുണ്ടാകും. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിന്റെ രീതി. വയറ് നിറയെ തിന്നാറില്ല എന്നർത്ഥം. ഖുർആനിലുണ്ട്, അല്ലാഹു തആല പറയാൻ, സൂറത്തു താഹയിലെ 81-ാമത്തെ ആയത്ത്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീ, നിങ്ങൾക്ക് നാം നൽകിയത് ത്വയ്യിബാത്തിൽ നിന്ന്, നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ അതിര് കവിയരുത്. വലാ തത്ഗൗ ഫീ ഫയഹില്ല അലൈക്കും ഗളബി, അങ്ങനെ നിങ്ങൾ അമിതമായി ദുർവ്യയമോ അതിര് കവിയുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കോപം നിങ്ങളിൽ മേൽ ഇറങ്ങും. വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ, അങ്ങനെ ആർക്കെങ്കിലും അല്ലാഹുവിന്റെ കോപം ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ നശിച്ചതു തന്നെ എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും മിതത്വം പാലിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തെ നിസ്സാരമാക്കാറില്ല, ഭക്ഷണത്തെ കുറ്റപ്പെടുത്താറില്ല. മാ ആബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല, നിസ്സാരമാക്കിയിട്ടില്ല. ഭക്ഷണത്തെ അവഗണിക്കുന്ന രീതിയിൽ പരിഹാസരൂപേണയുള്ള വർത്തമാനങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനിസ്തഹാഹു അകലഹു വ ഇൻ കരിഹഹു തറക്കഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നബി തങ്ങൾ തിന്നു, ഇനി വേണ്ടെങ്കിലോ അത് ഉപേക്ഷിക്കും അഥവാ മാറ്റിവെക്കും. അതല്ലാതെ അതിനെക്കുറിച്ച് കുറ്റം പറയാനോ ആ ഭക്ഷണം ശരിയല്ല മോശമെന്ന് ആക്ഷേപിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വരാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഭക്ഷണത്തെ നിസ്സാരമാക്കിയാൽ അവൻ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്ന്. ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മൾ പ്രിയപ്പെട്ടവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമുക്ക് ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടാക്കുകയും എന്നിട്ട് എത്രയോ ഭക്ഷണം വെറുതെ കളയുകയും നഷ്ടപ്പെടുത്തുകയും കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന എത്രയോ അവസ്ഥകളുണ്ട്. ഓരോ വീട്ടിൽ നിന്നും എത്ര ഭക്ഷണമാണ് വേസ്റ്റാക്കിയിട്ട് കളയുന്നത്. അത് ഭക്ഷണത്തെ നിസ്സാരമാക്കലാണ്. ഭക്ഷണത്തെ നിസ്സാരമാക്കുന്നവർക്ക് ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിലത്തു വീണ ഭക്ഷണം പോലും അത് പൊറുക്കിയെടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അത് പൊറുക്കിയെടുത്ത് അതിൻ്റെ മാലിന്യങ്ങൾ കളഞ്ഞ് തിന്നാൻ പറ്റുന്ന ഭാഗം അത് തിന്നുക തന്നെ വേണം. അത്രത്തോളം കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് പോലും പുറത്തേക്ക് വീഴാതെ ശ്രദ്ധിക്കണമെന്നാണ്. എന്തിനേറെ, കൈവിരലുകളിൽ ഭക്ഷണത്തിന്റെ അംശമുണ്ടെങ്കിൽ ആ വിരലുകൾ ഈമ്പണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ അകല അഹദുക്കും ഫൽയൽഅഖ് അസാബിഅഹു, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവനവന്റെ വിരൽ ഈമ്പട്ടെ എന്ന്. കാരണം എന്താ, ഫഇന്നഹു ലാ യദ്രി ഫി അയ്യതിഹിൻ അൽ ബറക, ഈ ഭക്ഷണത്തിൽ എവിടെയാണ് ബറക്കത്തുള്ളതെന്നറിയില്ലല്ലോ എന്ന്. നമ്മൾ ഉപേക്ഷിക്കുന്ന വിരലുകളിൽ പറ്റിപ്പിടിച്ച ഭക്ഷണത്തിന്റെ ഭാഗങ്ങൾ അത് ചിലപ്പോൾ നിസ്സാരമാക്കിയിട്ട് നമ്മൾ കളയും. ഒരു പക്ഷേ ആ വിരലിൽ പറ്റിപ്പിടിച്ച ഒരു അന്നത്തിലായിരിക്കും അള്ളാഹു ബറക്കത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ ചെറിയൊരു അംശത്തെ പോലും നിസ്സാരമാക്കാൻ പാടില്ല എന്നാണ്. മാത്രമല്ല, ആ ഭക്ഷണാവശിഷ്ടത്തിന്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വാസന കയ്യിലുണ്ടായിരിക്കവെയാണ് ഒരാൾ കിടന്നുറങ്ങുന്നതെങ്കിൽ, അങ്ങനെയാണ് അയാൾക്ക് വല്ല രോഗവും പ്രയാസങ്ങളും ബാധിക്കുന്നതെങ്കിൽ അയാൾ വേറൊരാളെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ആ രോഗം വരാനുള്ള, ആ മുസീബത്ത് വരാനുള്ള കാരണക്കാരൻ അയാൾ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അലാ ലാ യലൂമന്നംറഉൻ ഇല്ലാ നഫ്സഹു യബീതു വഫീ യദിഹി റീഹു ഖമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അഥവാ കയ്യിൽ ഭക്ഷണത്തിന്റെ വാസനയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഭാഗങ്ങളോ ഉണ്ടാവുകയും
എന്നിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്താൽ, അങ്ങനെ അവന് വല്ല രോഗവും വല്ല മുസീബത്തും പിടിപെട്ടാൽ അവന് വേറൊരാളെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. അതിന്റെ കാരണക്കാരൻ അവൻ തന്നെയാണ്. ഇന്ന ശൈത്വാന ഹസ്സാസുൻ ലഹാസുൻ. ഈ പിശാച് എന്ന് പറയുന്നവൻ കൊതിയനാണ്. അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ടാവും, ഇനി മുതിർന്നവരുണ്ടാവും, കൃത്യമായി കഴുകാതെ കൃത്യമായി വൃത്തിയാക്കാതെയാണ് ഒരാൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ഭക്ഷണത്തിന്റെ വാസന അവന്റെ കൈകളിലുണ്ടാവും, അവന്റെ ചുണ്ടുകളിലുണ്ടാവും. അത്തരക്കാർക്ക് ഇബ്ലീസിന്റെ ഷർറുകൾ ഉണ്ടാവും, ശൈത്വാനിന്റെ ഇടങ്ങേറുകൾ ഉണ്ടാവും. ശൈത്വാൻ കൊതിയനാണ്, ശൈത്വാൻ പിന്നാലെ ഉണ്ടാകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിന്റെ രീതിയാണിത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാകും. മാത്രമല്ല ഹദീസിൽ കാണാം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഉണ്ടാവും, അള്ളാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങും എന്ന്. ആ വീട്ടുകാർക്ക് പാപമോചനം ഉണ്ടാകും, ആ വീട്ടുകാരിലേക്ക് കാരുണ്യ കടാക്ഷം വർഷിക്കുമെന്ന്. ചില സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് പരാതി പറയുന്നുണ്ട്, നബിയെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട്, പക്ഷെ വയറ് നിറയുന്നില്ല എന്ന്. നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഒറ്റക്കൊറ്റക്കാണോ കഴിക്കാറുള്ളത്, അഥവാ ഒരുമിച്ചാണോ കഴിക്കാറുള്ളത്? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അല്ല, ഞങ്ങൾ ഒറ്റക്കൊറ്റക്കാണ് കഴിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിനു വേണ്ടി, ആ ഭക്ഷണം അവർക്ക് ഉപകരിക്കാൻ വേണ്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഫജ്തമിഉ അലാ തുആമികും വദ്കുറു സ്മല്ലാഹ് യുബാറക് ലക്കും ഫീ. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുക, എന്നാൽ ആ ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകപ്പെടുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തിലേക്ക് ഊതാറില്ല. ചൂടുള്ള പാനീയങ്ങൾ എടുക്കും, എന്നിട്ട് അതിലേക്ക് ഊതും, അത് തണിയാൻ വേണ്ടി, അതൊന്ന് തണുക്കാൻ വേണ്ടി. അങ്ങനെ പാടില്ല എന്നാണ്. ഊതരുത്, ഭക്ഷണത്തിലേക്ക് ഊതരുത്. ഇദാ ശരിബ അഹദുക്കും ഫലാ യതനഫസ് ഫിൽ ഇനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഭക്ഷണം കഴിക്കുന്ന ഒരാള് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഒരാള് അദ്ദേഹം പാത്രത്തിലേക്ക് ഊതരുത് എന്ന്. ഊതിയിട്ട് കുടിക്കരുത് എന്നാണ്. അധികം ചൂടുള്ളതും തിന്നരുത്, അധികം തണുപ്പുള്ളതും തിന്നരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠമാണ്. ഇനി വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒറ്റ ശ്വാസത്തിൽ അങ്ങ് വലിച്ചു കുടിക്കരുത്. അത് മുറുക്കായി 3 തവണകളിലായി കുടിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ സുന്നത്തായ രൂപം കിട്ടും. മാത്രമല്ല നിന്ന് കുടിക്കരുത്, നിന്ന് കുടിക്കാനോ തിന്നാനോ പാടില്ല. നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സജറ അനി ശുർബി ഖായിമ. നിന്ന് കുടിക്കുന്നതിന് തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിശക്തമായിട്ട് തന്നെ വിലങ്ങുകയും വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് 2 മുൻകൈയും കഴുകുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളാണ്, രീതികളാണ്. ആ 2 മുൻകൈയും കഴുകുമ്പോൾ കിട്ടുന്ന ഒരു നേട്ടം എന്താണെന്നറിയോ? ആ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് കൈ കഴുകുന്നവന് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷയുണ്ടാകുമെന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകുന്നവന് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള കൈ കഴുകൽ, അത് ചില ആളുകൾ ഒറ്റ കൈയാണ് കഴുകുക. അങ്ങനെയല്ല, സുന്നത്തായ രീതി എന്ന് പറഞ്ഞാൽ 2 കൈയും കഴുകുക എന്നതാണ്. അതിനങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കരുത്. അത് അഹങ്കാരികളുടെ ഒരു രീതിയാണ്, അതും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിരോധിച്ചതാണ്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കിട്ടിയാലോ? ഏറ്റവും കൂടുതൽ വീടുകളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്, കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഭാര്യയോട് ഉമ്മയോട് തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ മുടി കിട്ടിയതിൻ്റെ പേരിലാണ്. എന്നാൽ ഭക്ഷണത്തിൽ മുടി കിട്ടിയാൽ ആണിൻ്റെ മുടിയാണെങ്കിൽ അല്ലാഹുമ്മ ജമ്മിൽഹു, പെണ്ണിൻ്റെ മുടിയാണെങ്കിൽ അല്ലാഹുമ്മ ജമ്മിൽഹ എന്ന് വെച്ചാൽ ഈ മുടിയുടെ അവകാശി അല്ലെങ്കിൽ ഈ മുടി ആരുടേതാണോ അവരെ അള്ളാഹു ഭംഗിയാക്കട്ടെ എന്നർത്ഥം വരുന്ന പ്രാർത്ഥനയാണത്. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അവസരത്തിൽ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഭക്ഷണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഭക്ഷണം വിതരണം നടത്തുമ്പോൾ വലതുഭാഗത്തുള്ളവരെ പരിഗണിക്കണം. ആദ്യം വിതരണം ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ആദ്യം വിളമ്പി കൊടുക്കേണ്ടത് വലതുഭാഗത്തുള്ളവർക്കായിരിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ, ഭക്ഷണം കഴിക്കുന്ന സദസ്സിൽ വലതുഭാഗത്തൊരു കുട്ടിയുണ്ട്, ചെറിയ ഭാഗത്ത് ഒരുപാട് മുതിർന്ന ആളുകളുണ്ട്. അന്നേരം ഈ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോൻ സമ്മതിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഭക്ഷണം ഈ ഇടതുഭാഗത്തുള്ള മുതിർന്നവരിലേക്ക് വിതരണം ചെയ്യാമെന്ന്, അവർക്ക് വിളമ്പിക്കൊടുക്കാമെന്ന്. അന്നേരം ആ കുട്ടി പറഞ്ഞു, നബിയെ, അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള അവകാശം ഞാൻ ഒരാൾക്കും മാറ്റിക്കൊടുക്കുകയില്ല എന്ന് വെച്ചാൽ വലതുഭാഗത്തുള്ളവർക്ക് വിതരണം ചെയ്യലാണല്ലോ റസൂലുള്ളാന്റെ രീതി. ആ രീതി അങ്ങനെ തന്നെ തുടരട്ടെ നബിയെ, അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള അവകാശം വേറൊരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന തന്ത്രപരമായ മറുപടിയാണ് ആ കുഞ്ഞുമോൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. ഏതായിരുന്നാലും ഭക്ഷണം നമ്മളൊരു ടേബിളിലും മറ്റൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ, ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ, വിളമ്പിക്കൊടുക്കുമ്പോൾ വലതുഭാഗത്തിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിലേക്ക് തന്നെ നോക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കുക. അത് ചിലപ്പോൾ ആ ഭക്ഷണത്തിൽ വീണ പ്രയാസങ്ങളെ മാറ്റിവെക്കാനൊക്കെ അത് നമ്മെ സഹായിക്കും. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയാണ്. ഇനി ഈത്തപ്പഴം പോലത്തതാണ് കഴിക്കുന്നതെങ്കിൽ ഒറ്റയായി കഴിക്കൽ സുന്നത്താണ്. 1, 3, 5 അങ്ങനെ ഒറ്റയാക്കുക എന്നുള്ളതും സുന്നത്താണ്. അതേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം നന്നായി വൃത്തിയാക്കണം. ഭക്ഷണം അവശിഷ്ടം ബാക്കി വെച്ച പാത്രമാണെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും. ആ പാത്രം പോലും പറയുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ ഭക്ഷണം കഴിച്ച് പാത്രം വൃത്തിയാക്കുന്നില്ല എങ്കിൽ അത് പൈശാചികമായ ഉപദ്രവങ്ങൾക്ക് കാരണമാകും. അതോടൊപ്പം തന്നെ ഭക്ഷണം അളന്നെടുക്കുക, അതിൽ ബറക്കത്തുണ്ടാകും. അളന്നെടുക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം എടുക്കുന്ന സമയത്ത് അളന്നെടുക്കുക, അഥവാ തട്ടരുത്, കോരിച്ചൊരിയരുത് എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായിരുന്നാലും ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ഒരുപാട് മര്യാദകൾ, ഒരുപാട് രീതികൾ, ഒരുപാട് ശൈലികൾ, ശീലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അവസാനമായിട്ട് പറയാം, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ദുആ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഈ ഒരു പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മുടെ ഭക്ഷണ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പിൻപറ്റുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന്, ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവാനും നമുക്കതൊരു കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.